ഓക്കെ. ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈൻസിന്റെ സ്ലോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലൈനിന്റെ സ്ലോപ്പ് ഫോർമുലാസ്, അതായത് സ്ലോപ്പ് തന്നിട്ടുണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും, അതുപോലെ തന്നെ 2 പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയും, അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചരിവ് എന്ന് പറയുന്നത് അതിന്റെ സ്ലോപ്പ് എന്ന് അല്ലെങ്കിൽ ചരിവ് എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. ചരിവെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിപ്പോ എക്സ് ആക്സിസിൽ നിന്ന് അല്ലെങ്കിൽ ഹൊറിസോണ്ടലിൽ നിന്ന് എത്ര ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഓക്കെ. ഇതിൽ തന്നെ നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടുമാണ് ആംഗിൾ എടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ലൈൻ ഇങ്ങനെ ഇങ്ങനെ വരച്ചു. ഇതാ. ഈ ആംഗിൾ ആണ് നമ്മൾ നോക്കണമെങ്കിൽ ഇത് നമ്മൾ നെഗറ്റീവ് എന്ന് എടുക്കും. ഇത് തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് തീറ്റ എന്നായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ലൈന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് സ്ലോപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ y ഇസിക്കൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞെടുക്കാം. y ഇസിക്കൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞെടുക്കാം. ഇതിൽ എം എന്ന് പറയുന്നത് സ്ലോപ്പിനെ റെപ്രസെന്റ് ചെയ്യും, സി എന്ന് പറയുന്ന അതിന്റെ വൈ ഇന്റർസെപ്റ്റിനെ റെപ്രസെന്റ് ചെയ്യും. അതായത് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഞാൻ വീണ്ടും വൈ ആക്സിസ് വരച്ചു, എക്സ് ആക്സിസ് വരച്ചു, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് മുട്ടിക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ. എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് മുട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കാം. ഓക്കെ. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കാം. നമുക്ക് സത്യം പറഞ്ഞ സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ തീറ്റയാണ്. ടാൻ തീറ്റയാണ് സ്ലോപ്പ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനകത്ത് തീറ്റയുടെ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ എം കണ്ടുപിടിക്കാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ. ഇവിടെ ഇനി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഇന്റർസെപ്റ്റ് ആണ്. വൈ ഇന്റർസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഈ ഒരു പോയിന്റ് വൈയിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഞാനിത് ഇങ്ങോട്ടേക്ക് ഈ ഒരു പോയിന്റിനെ ഞാൻ എക്സ് വൈ എന്ന് എടുക്കുവാന്ന് വിചാരിക്കാം. എക്സ് വൈ എന്ന് പറഞ്ഞ് എടുക്കുവാന്ന് വിചാരിക്കാം. ഞാനിത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇതും പെർപെൻഡിക്കുലർ ആയിട്ട് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. കാണുമ്പോൾ അങ്ങനെയല്ല, വരച്ചിരിക്കുന്ന കറക്റ്റായിട്ട് വന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു ആംഗിൾ തീറ്റ വരും, കാരണം ഈ രണ്ട് ലൈനും പാരലൽ ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾ സിമിലറായി സെയിം ആയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയായിരുന്നു, ഈ ഒരു ഡിസ്റ്റൻസ് വൈ എന്ന് പറഞ്ഞ് നമുക്കറിയാം. കോർഡിനേറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ എടുക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. ഈ ഒരു ഡിസ്റ്റൻസ് സി എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് വൈ മൈനസ് സി ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇത് എക്സ് ആണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഫൈ മൈനസ് സി ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഈ ടാൻ തീറ്റ എന്ന് പറഞ്ഞത് നമ്മൾ എം ആയിട്ട് എടുത്തായിരുന്നു സ്ലോപ്പ്. വൈ മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്, അല്ലെങ്കിൽ വൈ ഇസിക്കൽ ടു എം എക്സ് പ്ലസ് സി. ഇതാണ് ലൈൻ തന്നു കഴിഞ്ഞാൽ, സ്ലോപ്പ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ ഒരു ലൈനിന്റെ ബേസിക് ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നു. അതേസമയം ഇനി ചില സമയത്ത് ഒരു പോയിന്റും സ്ലോപ്പും നമുക്ക് തരും. ഒരു പോയിന്റും സ്ലോപ്പും തരും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് 2, 3 എന്നൊരു പോയിന്റും ആ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് തന്നെന്ന് വിചാരിച്ചു, 1/√3 ഇങ്ങനെ തന്നെന്ന് വിചാരിച്ചു. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ y മൈനസ് y1. y മൈനസ് y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ജനറൽ ആയിട്ടുള്ള y1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ y കോർഡിനേറ്റ് ഇൻറ്റു അല്ല ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് x1. ഇതായിരിക്കും ആ ലൈനിന്റെ ബേസിക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെയാണെങ്കിൽ y മൈനസ് 3. ഓക്കെ. ഇത് 1/√3. ഇവിടെ എക്സ് മൈനസ് 3, എക്സ് മൈനസ് 2. ഇതിനെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്തിട്ട് ഈക്വൽ ടു 0 എന്ന ഫോമിലോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ അവിടുന്ന് കിട്ടും. ഇനി ചില സമയത്ത് 2 പോയിന്റ് വരും, വേറൊന്നും തരത്തില്ല, 2 പോയിന്റ് വരും. ഓക്കെ. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു എം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു. അതായത് വൈയിലുള്ള ചേഞ്ചും എക്സിലുള്ള ചേഞ്ചും. അപ്പൊ നമ്മൾ ആ ട്രയാങ്കിൾ വരച്ചപ്പോഴും വൈയിലെ ചേഞ്ചും എക്സിലെ ചേഞ്ചുമാണ് അവിടെ ട്രയാങ്കിളിൽ നമ്മൾ എടുത്തത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാൽ, ഓക്കെ, അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വൈ മൈനസ് y1. ഓക്കെ. എമ്മിന് പകരം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ y2 മൈനസ് y1ഉം
x2 മൈനസ് എക്സ് വണ്ണും അതുപോലെ തന്നെ ഇവിടെ എക്സ് മൈനസ് എക്സ് വൺ എന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് അതിൽ നിന്ന് ഫോം ചെയ്യാം. ഇവിടെ വേറൊന്നും ചെയ്തില്ല. നേരത്തെ എടുത്ത ഇക്വേഷനിൽ എമ്മിന് പകരം സ്ലോപ്പിൻ്റെ y2 മൈനസ് y1 എന്നൊരു ഇക്വേഷൻ നമ്മൾ കൊടുത്തു. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ, അതായത് x1 y1 എന്നൊരു പോയിന്റും x2 y2 എന്ന് പറഞ്ഞൊരു പോയിന്റും ഉണ്ടെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്തത്, സപ്പോസ് ഒരു ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് വന്നു 2x + 3y + 6 = 0 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, അതിനെ ജനറൽ ഫോമിലോട്ട് മാറ്റുക. y = mx + c എന്ന് പറഞ്ഞൊരു ജനറൽ ഫോം നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു ഫോമിലോട്ട് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യുക മാത്രം ചെയ്യുക. ഓക്കെ, ആ ഒരു ഫോമിലോട്ട് നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഈ കിടക്കുന്നതായിരിക്കും നിങ്ങളുടെ ലൈനിൻ്റെ സ്ലോപ്പായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതായിരിക്കും നിങ്ങളുടെ ലൈനിൻ്റെ സ്ലോപ്പായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നോക്കാനുണ്ട്. സപ്പോസ് ഒരു ലൈൻ എക്സ് ആക്സിസിന് പാരലാണെന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഒരു ലൈൻ വൈ ആക്സിസിന് പാരലാണെന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ സ്ലോപ്പ് എന്താകും എന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. എക്സ് കോർഡിനേറ്റിന് പാരൽ. ഓക്കെ, എക്സ് കോർഡിനേറ്റിന് പാരൽ അല്ലെങ്കിൽ നമുക്ക് ആദ്യം എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളത് ആദ്യം വരയ്ക്കാം. എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള കേസ് ആദ്യം നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഓക്കെ, വൈ ആക്സിസും ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈൻ എക്സ് ആക്സിസിന് പാരലാന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ചുമ്മാ എടുക്കുവാണ്. ഇത് 0, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, ഇത് 2, ഇത് 3 എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചു. അതുപോലെ ഇവിടെ 1, ഇവിടെ 2, ഇത് 3, ഇത് 4 എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് എനിക്ക് എന്ത് പറയാം? ഈ ഒരു പോയിന്റിനെ എനിക്ക് 1, 3 എന്ന് പറഞ്ഞെടുക്കാം. ഈ ഒരു പോയിന്റിനെ എനിക്ക് ആക്ച്വലി എന്തെന്ന് പറഞ്ഞെടുക്കാം? 2, 3 എന്ന് പറഞ്ഞെടുക്കാം. ഈ ഒരു പോയിന്റിനെ എനിക്ക് 3, 3 എന്ന് പറഞ്ഞെടുക്കാം. ഈ ഒരു പോയിന്റിനെ എനിക്ക് 4, 3 എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിൻ്റെ വൈ കോർഡിനേറ്റിൽ മാറ്റമില്ല, എക്സ് കോർഡിനേറ്റ് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ Δy/Δx ആണെന്നറിയാം. ഓക്കെ, Δy/Δx. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റിന് ചേഞ്ച് ഇല്ലാത്ത കൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂ എന്താവും? ചേഞ്ച് ഇൻ വൈ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഒരു ലൈൻ എക്സ് ആക്സിസിന് പാരലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിൻ്റെ സ്ലോപ്പ്, ആ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത്, ഒരു ലൈൻ വൈ ആക്സിസിന് പാരലാണെങ്കിൽ എന്ത് പറ്റും? എന്ത് പറ്റുമെന്ന് നോക്കാം. ഇതേ ഫിഗറിൽ തന്നെ ഞാൻ വരച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, വൈ ആക്സിസിന് പാരലാണ്. പാരലാന്ന് പറയുമ്പോൾ വെർട്ടിക്കലായിരിക്കും ലൈൻ വരുന്നത് അല്ലേ? ഞാൻ ഈ 2-ൽ വരയ്ക്കാം. ഇതാണ് വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഞാൻ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? 2, 1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2, 2 ആയിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്സ് വരുന്നത്. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 3, 2 ആയിരിക്കും അതിൻ്റെ കോർഡിനേറ്റ്സ് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ വൈ കോർഡിനേറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. സോറി, ഈ ഒരു ലൈൻ ഞാൻ എഴുതിയത് മാറിപ്പോയി. 2, 3 ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ എക്സ് കോർഡിനേറ്റിൽ ചേഞ്ച് ഇല്ല, അതേസമയം വൈ കോർഡിനേറ്റിൽ ചേഞ്ച് വരുന്നുണ്ട്. നമുക്കറിയാം സ്ലോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Δy/Δx ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സ് കോർഡിനേറ്റിൽ ഇവിടെ യാതൊരുവിധ ചേഞ്ചും ഇല്ല അല്ലേ? എക്സ് കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഡിനോമിനേറ്റർ എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. ആയിട്ട് മാറും. ഇതാണ് എക്സ് ആക്സിസ് പാരല് വൈ ആക്സിസിൽ പാരല് കേസ് വരുമ്പോൾ നമുക്ക് വരുന്ന സ്ലോപ്പ്. ഇനി അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ലൈൻ തന്നു, 2 ലൈൻ തന്നു. ഈ 2 ലൈനിൻ്റെ സ്ലോപ്പ് തന്നു.
അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് ലൈൻസ് ചോദിച്ചെന്ന് വിചാരിക്കാം. ഓക്കെ, 2 ലൈൻ തന്നു, 2 ലൈൻ തരുവാന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ കളർ മാറ്റി വരയ്ക്കാം. ഇത് ഒന്നാമത്തെ ലൈൻ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ലൈൻ. 2 ലൈൻ തന്നു, എന്നിട്ട് ആംഗിൾ അവരുടെ സ്ലോപ്പ് തന്നു. ഓക്കെ, ആ ലൈൻസിന്റെ സ്ലോപ്പ് തന്നെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ആ ലൈൻസ് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് തന്നെന്ന് വിചാരിക്കാം. ഇത് ബി ആംഗിള്, ഇത് എ എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, ഇത് അവരുടെ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ടാൻ എ ഒന്നാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞെടുക്കാം, ഞാൻ M1 എന്ന് പറഞ്ഞെടുക്കാന്ന് വിചാരിച്ചു. ടാൻ ബി രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞെടുക്കാം, ഞാൻ M2 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 ആംഗിളിന്റെയും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കാം. നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കിടക്കുന്നത് ഈ ട്രയാങ്കിളിലെ എക്സ്റ്റേണൽ ആംഗിളാണ്. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റേണൽ ആംഗിൾസ് ആയിരിക്കും, അല്ലേ? സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റേണൽ ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീറ്റ എന്ന് പറയുന്നത് ബി മൈനസ് എ എന്ന് പറഞ്ഞെടുക്കാം. ബി മൈനസ് എ എന്ന് പറഞ്ഞെടുക്കാം, കറക്റ്റ് അല്ലേ? ബി മൈനസ് എ എന്ന് പറഞ്ഞെടുക്കാം. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ എന്ത് വരും? ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ടാൻ ബി മൈനസ് എ എന്ന് പറഞ്ഞെടുത്തൂടെ? ടാൻ ബി മൈനസ് എ എന്ന് പറഞ്ഞെടുത്തൂടെ? എടുക്കാം. അങ്ങനെയാണെങ്കിൽ ചെയ്തു വരുമ്പോൾ എന്ത് വരും? ടാൻ ബി മൈനസ് ടാൻ എ, അതായത് ടാൻ ബി മൈനസ് എ എന്താ? ടാൻ ബി മൈനസ് ടാൻ എ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ബി ടാൻ എ എന്ന് പറഞ്ഞെടുക്കാം, അല്ലെ? ടാൻ ബി ടാൻ എ എന്ന് പറഞ്ഞെടുക്കാം. 1 പ്ലസ്. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? M2 മൈനസ് M1 ഡിവൈഡ് ബൈ 1 പ്ലസ് M1 M2. 1 പ്ലസ് M1 M2. സാധാരണ നമ്മൾ ഇതിന്റെ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ തിരിച്ച് M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2 എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ കണ്ടിട്ടുള്ള ഇക്വേഷനിൽ എന്തായിരിക്കും? ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് വെച്ചാൽ M1 മൈനസ് M2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് M1 M2 ആയിരിക്കും. അതിന്റെ പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. സോ ഇത് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ അതായി നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈൻ പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 ലൈൻ പാരലൽ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് തന്നെയായിരിക്കും അത് പറയാൻ പോകുന്നത്. ഇപ്പൊ 2 ലൈൻ പെർപെൻഡിക്കുലർ ആയെന്ന് വിചാരിച്ചു. 2 ലൈൻ പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ അതിന്റെ M1 M2 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ആയിരിക്കും. കാരണം നമുക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ M1 M2 മൈനസ് M1 M2 ഡിവൈഡ് ബൈ 1 പ്ലസ് M1 M2. ഓക്കെ, അല്ലെങ്കിൽ സോറി, നമ്മൾ അതിന്റെ സ്ലോപ്പാണ് കണ്ടുപിടിച്ചത്, അല്ലേ? ടാൻ തീറ്റ. ഓക്കെ, ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് ഓക്കെ എന്ത് വരും? ടാൻ 90 എന്ന് പറഞ്ഞെടുക്കാം. ടാൻ 90 എന്ന് പറഞ്ഞെടുക്കാം. ടാൻ 90 എന്ന് പറയുമ്പോൾ എത്ര വരും? ടാൻ 90 ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, സൈൻ 90 1 ആണ്, കോസ് 90 0, അപ്പോൾ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇൻഫിനിറ്റി ആണെങ്കിൽ താഴെ ഡിനോമിനേറ്റർ എന്താകണം? 0 ആണ്. താഴെ ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ എന്ത് ചെയ്യണം? M1 M2 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ആയിരിക്കണം. M1 M2 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ആയിരിക്കണം, അല്ലേ? ഇനി 2 ലൈൻ പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും, M1 M2 ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് M1 ആണെന്ന് വിചാരിക്കുക. ഇതിന്റെയും സ്ലോപ്പ് M1 തന്നെ ആയിരിക്കും, കാരണം ഈ ഒരു ആംഗിൾ തന്നെയായിരിക്കും ഇവിടെയും ആംഗിൾ ആയിട്ട് വരുന്നത്. കാരണം 2 ലൈൻ പാരലൽ ലൈൻസിന് ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുന്ന ആംഗിൾ, കറസ്പോണ്ടിങ് ആംഗിൾ സെയിം ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ M1 M2 എന്തായിരിക്കും? പാരലൽ ആണെങ്കിൽ സെയിം ആയിരിക്കും. പാരലൽ ആണെങ്കിൽ സെയിം ആയിരിക്കും. ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട അടുത്ത കോൺസെപ്റ്റ്. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈൻസിന്റെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഉണ്ടെങ്കിൽ നമുക്ക് ലൈനിനെ x/a പ്ലസ് y/b ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇതിങ്ങനെ കട്ട് ചെയ്തിരിക്കുവാണ്. ഇത് ഇതിന്റെ എക്സ് ഇന്റർസെപ്റ്റ്, ഇത് വൈ ഇന്റർസെപ്റ്റ്. ഓക്കെ, അതായത് ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A0. ഓക്കെ, ഈ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0B. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ എന്താ? x/y പ്ലസ് y/b ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. ഇതും ലൈനിന്റെ ഒരു ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇതും ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും.
ഇനിയിപ്പോൾ നമുക്ക് സപ്പോസ് ഇങ്ങനെ ഒരു ലൈൻ തന്നിട്ട് എക്സ് ഇന്റർസെപ്റ്റ് തന്നു, വൈ ഇന്റർസെപ്റ്റ് തന്നു. ഇതിന്റെ ഈ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചു. നമുക്ക് ലൈനിന്റെ ജനറൽ ഇക്വേഷൻ അറിയാം, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് തന്നെങ്കിൽ ഈ ഒരു ഫിഗറിനകത്ത് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഹാഫ് ഇൻറ്റു സി സ്ക്വയർ ബൈ 2ab എന്നെടുത്താൽ മതി. ഹാഫ് ഇൻറ്റു സി സ്ക്വയർ ബൈ 2ab എന്ന് പറഞ്ഞെടുത്താൽ മതി. ഓക്കെ, ഇനി അതെന്താണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനിതിനെ ലൈനിന്റെ ജനറൽ ഈ ഒരു ഫോമിലോട്ട് മാറ്റുമെന്ന് വിചാരിച്ചു. എക്സ് ഇന്റർസെപ്റ്റ്, വൈ ഇന്റർസെപ്റ്റ്, അതായത് കോർഡിനേറ്റ് ആക്സിസുമായിട്ട് ഈ ഒരു ലൈൻ മേക്ക് ചെയ്യുന്ന ട്രയാങ്കിളില്ലേ, ആ ഒരു ഏരിയയാണ് ചോദിക്കുന്നതെങ്കിലാണ് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഹാഫ് ഇൻറ്റു സി സ്ക്വയർ ഡിവൈഡ് ബൈ 2ab. ഓക്കെ, 2ab ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലൈനെ ഈ ഒരു ഫോമിലോട്ട് മാറ്റുവാണെന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ്, ഓക്കെ, എക്സ് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു മൈനസ് സി എന്ന് പറഞ്ഞ് വരും അല്ലേ? ഓക്കെ, എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് സി ബൈ എ എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം. ഈ സി ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, എ ഡിവൈഡ് എ മുകളിലുള്ള എ താഴോട്ട് വന്നു. അതുപോലെ തന്നെ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാം, ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കിട്ടും. ആ ഒരു ജനറൽ ഇക്വേഷനിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഈ എ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അല്ലേ? താഴെ എ വന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന്, താഴെ കിടക്കുന്ന ഈ ഇക്വേഷനിൽ നിന്ന് ഇതിനെ എനിക്ക് സി ബൈ എ എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ബൈ എ എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ മുകളിലത്തെ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ബൈ എ എന്ന് പറഞ്ഞ് കിട്ടും ഈ ഒരു ഇക്വേഷനിൽ നിന്ന് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് ഇൻറ്റു ബി എച്ച് എടുത്തു കഴിഞ്ഞാൽ എന്താവും? ട്രയാങ്കിളിൻ്റെ ഏരിയ ആകത്തില്ലേ? ഹാഫ് ഇൻറ്റു ബി എച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും? ട്രയാങ്കിളിൻ്റെ ഏരിയ ആവും. ഹാഫ് ഇൻറ്റു മൈനസ് സി ബൈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് ആയി. ഇനി ഹൈറ്റ് മൈനസ് സി ബൈ ബി, ഹൈറ്റ് ആയി. ഓക്കെ, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും മൈനസും പോകും, എന്നിട്ട് സി സ്ക്വയർ വരും, താഴെ എ ബി വരും. അപ്പോൾ ഹാഫ് സി സ്ക്വയർ ഇൻറ്റു 2ab ആയിരിക്കും ഒരു ലൈന് തന്നിട്ട് അത് കോർഡിനേറ്റ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2x പ്ലസ് 3y പ്ലസ് 6 എന്ന് പറയുന്ന ലൈൻ കോർഡിനേറ്റ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആ ഒരു പോർഷൻ്റെ, ഷെയ്ഡർ പോർഷൻ്റെ ആ ഒരു പോർഷൻ്റെ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു സി സ്ക്വയർ, ആറിൻ്റെ സ്ക്വയർ 36 ഡിവൈഡ് ബൈ എ ബി 2 3 2 3 എത്ര വരും? 3 × 2 6, ഇവിടെ 6 × 2 12, 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ സംഭവം നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനും ഒരു പോയിന്റും തമ്മിലുള്ള വ്യത്യാസം. ഒരു ലൈനും ഒരു പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് നമുക്ക് ഇത് പഠിക്കേണ്ട, പ്രൂഫ് പഠിക്കേണ്ട. കാരണം പ്രൂഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വരുന്നതെന്ന് പറയാം. നമുക്കറിയാം, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. അതായത് ഈ ലൈനിന്റെ ഇക്വേഷൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ലൈനിന്റെ സ്ലോപ്പ് ഇതാണെങ്കിൽ, ഓക്കെ, സപ്പോസ് ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് 2/3 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ സ്ലോപ്പ് എത്ര ആയിരിക്കും? -3/2 ആയിരിക്കും. കാരണം എന്താ? m1 m2 ഈക്വൽ ടു -1 എന്ന് നമുക്കറിയാം പെർപെൻഡിക്കുലർ ആകുമ്പോൾ. അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷനിലോട്ട് വരുന്നത്. അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈനും ഒരു പോയിന്റും തമ്മിൽ തന്നു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ആ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b², റൂട്ട് ഓഫ് a² പ്ലസ് b². ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ലൈൻ ഞാൻ 3x പ്ലസ് 4y പ്ലസ് 6 എന്ന് പറഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ. ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ. ആ ഒരു ലൈനും 2 3 എന്നൊരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾക്ക് ചോദിച്ചതെന്ന് വിചാരിച്ചോ. എന്ത് ചെയ്യണം?
ആദ്യം തന്നെ ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനിനകത്ത് ഈ കോർഡിനേറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 3 × 2 പ്ലസ് 4 × 3 പ്ലസ് 6 ഡിവൈഡഡ് ബൈ √(a² + b²). 3ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ അതിൻ്റെ സം ചെയ്തിട്ട് റൂട്ട് എടുക്കുക. 5 എന്ന് പറഞ്ഞ് കിട്ടും. ഇതായിരിക്കും എന്ത് വരാൻ പോകുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1 പോയിന്റ് ആൻഡ് എ ലൈൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വരാൻ പോകുന്നത്. അതിന് നമുക്ക് ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ വേണം. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റും തന്നിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത് നോക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. രണ്ട് ലൈനുകൾ തമ്മിലുള്ള പാരലൽ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, 2 പാരലൽ ലൈൻ ഇങ്ങനെ കിടക്കുമെന്ന് വിചാരിക്കുക. ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് അതും നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ തന്നു, 2 ലൈൻസിൻ്റെ ഇക്വേഷൻ തന്നു. ഇപ്പോൾ 2x + 3y മൈനസ് +6 = 0. 2x + 3y - 12 = 0. അല്ല, +12 = 0. നമ്മൾ പഠിച്ചായിരുന്നു 2 ലൈനുകൾ പാരലൽ ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ സി ആയിരിക്കും മാറുന്നത്. a1/a2 = b1/b2 നമ്മൾ പഠിച്ചായിരുന്നു പാരലൽ ആണെങ്കിൽ, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ C1 - C2 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഈ ടേമുകൾ കുറയ്ക്കുക. ഡിവൈഡ് ബൈ √(a² + b²). ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ C1ൻ്റെ വാല്യൂ എത്ര? C1 - C2 അല്ലെങ്കിൽ C2 - C1 എടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, കാരണം നമ്മളിത് കഴിയുമ്പോൾ പോസിറ്റീവ് വാല്യൂ എടുക്കുന്നത്. ഞാൻ 6 - 12 എന്ന് എടുത്തു. താഴെയാണെങ്കിൽ √2ൻ്റെ സ്ക്വയർ + 3ൻ്റെ സ്ക്വയർ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ചില ടൈമിൽ നമുക്ക് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ ചെറിയ പരിപാടി കാണിക്കും. അതായത് ഈ ഒരു ലൈനിന് പകരം സപ്പോസ് അവർ തരുന്നത് 6x + 9y - 27 ആണെന്ന് പറഞ്ഞ് വിചാരിച്ചു. ഈ 2 ലൈനും പാരലാണ്. നിങ്ങൾ തിരിഞ്ഞു പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പാരലാണെങ്കിൽ അത് മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ 2 × 3 ആണ് 6. അതുപോലെ തന്നെ 3 × 3 ആണ് 9. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് a1/a2 = b1/b2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കേസിൽ ആ ഒരു കണ്ടീഷൻ വരുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ രണ്ടിനും ഒരേ ഫോമിലോട്ട് ആക്കാൻ നോക്കുക. ഞാൻ ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6x 9y. ഇവിടെയാണെങ്കിൽ മൈനസ് എത്ര വരും? -18 എന്ന് പറഞ്ഞ് വരും. ഇങ്ങനെ ആക്കിയിട്ട് C1 - C2 √(a² + b² ചെയ്താലും മതി. ഇതാണ് നമുക്ക് പൊതുവെ നമ്മുടെ SSCയും അതുപോലെ തന്നെ NTPCക്കൊക്കെ ചോദിച്ചു വരുന്ന പ്രധാനപ്പെട്ട ലൈനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. ഇനി നമുക്കുള്ളത് ട്രയാങ്കിളുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.